ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 8 ഓർഗാനിക് കെമിസ്ട്രി കാർബണിക രസതന്ത്രത്തെ ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊന്ന് പെട്രോളിയത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം ഒരു ഫോസിൽ ഇന്ധനമാണ്, ഫോസിൽ ഫ്യൂവലാണ്. അതുപോലെ തന്നെ അവ വിവിധ ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിക്സ്ചറാണ് അവ. ഇവ എവിടെയാണ് കാണപ്പെടുന്നത്? ഭൂമിക്കടിയിൽ നിന്നാണ് ഇവയെ ഖനനം ചെയ്ത് എടുക്കുന്നത്. ഈസ് മൈൻഡ് ഫ്രം ദി ബീനത്ത് ദി എർത്ത് സർഫസ്. ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഭൂമിക്കടിയിൽ നിന്ന്, ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്നാണ് ആരെ ഖനനം ചെയ്തെടുക്കുന്നത്? പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനെ ഖനനം ചെയ്ത് മൈൻഡ് ചെയ്ത് എടുക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് എമംഗ് ഹാർഡ് റോക്സ് ദാറ്റ് ലൈ ഫാർ ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് ഭൂമിക്ക് വളരെ അടിയിലുള്ള ദൃഢതയേറിയ പാറകൾ അല്ലെങ്കിൽ ഹാർഡ് റോക്സ്, അവരുടെ ഇടയ്ക്കാണ് ആരെ കാണപ്പെടുന്നത്? ഈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനെ കാണപ്പെടുന്നത്. കണ്ടോ, ഈ ചിത്രത്തിൽ നോക്കിയാൽ മതി, ഏറ്റവും അടിയിൽ ഹാർഡ് റോക്സ്, നല്ല ദൃഢതയുള്ള കട്ടിയുള്ള പാറകൾക്ക് ഇടയിലാണ് ആരെ കാണപ്പെടുന്നത്? ഈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലായിട്ടുള്ള ഫോസിൽ ഫ്യൂവൽ കാണപ്പെടുന്നത്. പെട്രോളിയം ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി കെമിക്കൽ ചേഞ്ചസ് undergone by the remains of living organisms over a long period of time. ഇനി എങ്ങനെയാണ് ഈ പെട്രോളിയം രൂപപ്പെടുന്നതെന്ന് അറിയാമോ? ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ, ലിവിങ് ഓർഗാൻസിൻ്റെ റിമെയിൻസ് അനേകായിരം ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വർഷങ്ങൾ ഇങ്ങനെ കിടന്ന് രാസപരിണാമത്തിന് വിധേയമായി അതിൻ്റെ ഫലമായിട്ടാണ് പെട്രോളിയം രൂപപ്പെടുന്നത്. കെമിക്കൽ ചേഞ്ചസുകളിൽ കൂടെ ഈ ലിവിങ് ഓർഗാൻസിൻ്റെ റിമെയിൻസുകൾ ഇങ്ങനെ കെമിക്കൽ ചേഞ്ചസ് നടന്ന് അനേകായിരം ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എടുത്താണ് എന്തുണ്ടാകുന്നത്? പെട്രോളിയം രൂപപ്പെടുന്നത്. ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് പെട്രോളിയം ആർ സെപ്പറേറ്റഡ് യൂസിങ് ദി മെത്തേഡ് ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങളെ വേർതിരിക്കുന്നത് അംശിക സ്വേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങൾ, ഡിഫറെൻറ്റ് കമ്പൗണ്ട്സിനെ നമ്മൾ വേർതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പെട്രോളിയത്തെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം നടത്തുമ്പോൾ കിട്ടുന്ന കമ്പോണൻസിൻ്റെ ചിത്രമാണ് ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ യൂസസ് ആണ് ഈ പട്ടികയെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഫ്യൂവൽ ഓയിൽ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ഫ്യൂവൽ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ, നാഫ്ത, പെട്രോൾ, വാതകങ്ങൾ, ഗ്യാസസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്നത്. ഫ്രാക്ഷനേറ്റിംഗ് അംശിക സ്വേദനം നടത്തുന്ന ആ ഫ്രാക്ഷനേറ്റിംഗ് ടവർ എന്ന് പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ ഒരു ഫ്യൂവലിൻ്റെ ഇന്ധനങ്ങളുടെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ. കാർബൺ ചെയിൻ്റെ ഘടനയും കാർബൺ ആറ്റങ്ങളുടെ എണ്ണവുമാണ് ഇന്ധനങ്ങളുടെ, ഫ്യൂവലിൻ്റെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, പ്രധാന ഘടകങ്ങൾ, ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ദി സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ. അപ്പോൾ ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദന വേളയിൽ ഗ്യാസസ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലഭിക്കുന്ന വാതകങ്ങളെ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ, അനുകൂല സാഹചര്യങ്ങളിൽ കണ്ടൻസ് ചെയ്താൽ സാന്ദ്രീകരിച്ച് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം, യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. അപ്പോൾ ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിലെ പ്രധാന ഘടകം, ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആൽക്കെയിൻ വിഭാഗത്തിൽപ്പെടുന്ന, ആൽക്കെയിൻ കാറ്റഗറിയിലുള്ള ബ്യൂട്ടേൻ എന്ന് പറയുന്നതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകം. നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടേനാണ്. ആൽക്കെയിൻ കാറ്റഗറി വരുന്ന, ആൽക്കെയിൻ വിഭാഗത്തിൽപ്പെടുന്ന ബ്യൂട്ടേനാണ് LPGയുടെ പ്രധാന ഘടകം. ഏതാണ്? ബ്യൂട്ടേൻ, C4H10. ബ്യൂട്ടേൻ, LPGയുടെ പ്രധാന ഘടകം ഏതാ? ബ്യൂട്ടേൻ, C4H10. ഇതിൻ്റെ അംശിക സ്വേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി കിട്ടുന്ന കമ്പോണൻസ്, ഘടകങ്ങൾ, ആ ഹൈഡ്രോ കാർബണുകളിലുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം, യൂസസ്, ഉപയോഗങ്ങൾ, ഗ്യാസസ് C1 to C4, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, ഗാർഹിക വ്യാവസായിക ഇന്ധനമായി വാതകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
C1 മുതൽ C4 1 മുതൽ 4 വരെ കാർബൺ ആറ്റങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. പെട്രോൾ C5 to C10 വരെ കാർബൺ ആറ്റങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. മോട്ടോർ ഫ്യൂവൽ മോട്ടോർ ഇന്ധനമായി പെട്രോൾ ഉപയോഗിക്കുന്നു. C5 മുതൽ C10 വരെ കാർബൺ ആറ്റങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നാഫ്ത C8 മുതൽ C12 കാർബൺ ആറ്റങ്ങൾ വരെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. C8 മുതൽ C12 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നാഫ്ത. അത് താപനിലയങ്ങളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. തെർമൽ പവർ സ്റ്റേഷനിലെ ഫ്യൂവലായി താപനിലയങ്ങളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നു നാഫ്ത. കെറോസിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കെറോസിൻ ഡൊമസ്റ്റിക് ഫ്യൂവലാണ്, ഗാർഹിക ഇന്ധനമാണ്. C10 മുതൽ C16 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് മണ്ണെണ്ണ എന്ന് പറയുന്നത്, ഗാർഹിക ഇന്ധനമാണ്. ഡീസൽ C16 മുതൽ C20 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണാണ് ഡീസൽ എന്ന് പറയുന്നത്. ഫ്യൂവൽ ഇൻ ഡീസൽ എൻജിൻ ഇന്ധനമായി ഉപയോഗിക്കുന്നു. പെട്രോളിയം ജെൽ, വാസലിൻ, ഗ്രീസ് ഇതിൽ C20 മുതൽ C50 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ലൂബ്രിക്കൻ്റ്, മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക്സ്. പെട്രോളിയം ജെല്ല്, വാസലിൻ കേട്ടിട്ടുണ്ടല്ലോ. ഗ്രീസും കേട്ടിട്ടുണ്ട്. അതിൽ 20 മുതൽ 50 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ളവയുണ്ട്. സ്നേഹികമായി ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ വർഗ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ഈ ഹൈഡ്രോ കാർബണാണ്. മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്നത് ഈ പെട്രോളിയം ജെൽ, വാസലീനാണ്. പിന്നെ ഗ്രീസും ഏതിൽ ഉൾപ്പെടുന്നതാണ്? C20 to C50 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഗ്രീസിൽ. അത് ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ ഓയിലിൽ 50 മുതൽ 70 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതും തെർമൽ പവർ സ്റ്റേഷനിൽ ഫ്യൂവലായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നാഫ്തയും തെർമൽ പവർ സ്റ്റേഷനിൽ ഫ്യൂവലായിട്ട് ഇന്ധനമായിട്ട് താപനിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഷിപ്സിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഫ്യൂവൽ ഓയിൽ ഷിപ്സിൽ കപ്പലുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഫർണസസ് ഈ വ്യവസായ ചൂളകളിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഫ്യൂവൽ ഓയിലാണ്. അതുപോലെ തന്നെ ബോയിലറുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഫ്യൂവൽ ഓയിലാണ്. എന്തിലൊക്കെയാണ്? താപനിലയങ്ങൾ, തെർമൽ പവർ സ്റ്റേഷനിൽ, കപ്പലുകളിൽ, ഷിപ്സിൽ, വ്യവസായിക ചൂളകളിൽ, ഇൻഡസ്ട്രിയൽ ഫർണസസിൽ, ബോയിലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഫ്യൂവൽ ഓയിൽ. അതിൽ 50 മുതൽ 70 കാർബൺ ആറ്റങ്ങൾ വരെ അടങ്ങിയിട്ടുണ്ട്. ഇനി പാരഫിൻ, വാക്സ് അതിൽ 60 മുതൽ 70 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മാനുഫാക്ചർ ഓഫ് വാക്സ് മെഴുകു നിർമ്മാണത്തിന്. ബൂട്ട് പോളിഷ് നമ്മുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യത്തില്ല, അതിന് ബ്യൂട്ട് പോളിഷ് ചെയ്യാൻ. വാക്സ് പേപ്പർ ഉണ്ടാക്കാൻ. ടാർപോളിൻ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നത് പാരഫിൻ വാക്സും കൊണ്ടാണ്. അതിനകത്ത് 60 മുതൽ 70 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ടാർപോളിൻ ഷീറ്റ് ഉണ്ടാക്കാൻ, ബ്യൂട്ട് പോളിഷ് ഉണ്ടാക്കാൻ, വാക്സ് മെഴുകുണ്ടാക്കാൻ, വാക്സ് പേപ്പർ മെഴുകിൻ്റെ പേപ്പർ ഉണ്ടാക്കാനൊക്കെ പാരഫിൻ വാക്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ 60 മുതൽ 70 വരെ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ബിറ്റുമിനിൽ 70 കാർബൺ ആറ്റങ്ങളിൽ കൂടുതലുള്ളവയാണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. എബോവ് C70 കൂടുതൽ 70 കാർബൺ ആറ്റങ്ങൾ കൂടുതലാണ് ബിറ്റുമിൻ പോലെയുള്ള കമ്പോണൻസ് ഘടകങ്ങളിലുള്ളത്. അത് നമ്മുടെ റോഡൊക്കെ ടാർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ ബിറ്റുമിൻ. ഇപ്പോൾ ബിറ്റുമിൻ 70 കാർബൺ ആറ്റങ്ങൾ കൂടുതലാണ്. അത് റോഡ് ടാറിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ടാറിങ് ഓഫ് റോഡ്സ്, റോഡ് ടാറിങ്. കൽക്കരിയെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ കോൾ. കൽക്കരി എവിടെയായി നമ്മൾ കേട്ടെ? പണ്ട് ട്രെയിനുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കൽക്കരിയായിരുന്നു, കോളായിരുന്നു. ഇത് ഭൂമിക്കടിയിൽ നിന്ന് പെട്രോളിയത്തിൽ പോലെ തന്നെ ഇങ്ങനെ കുഴിച്ചു കിട്ടുന്ന മറ്റൊരു ഫോസിൽ ഇന്ധനമാണ്, ഫോസിൽ ഫ്യൂവലാണ് കോൾ. ഇത് കൽക്കരി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഈ കോൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, ഇയേഴ്സ് എഗോ, ഇവർ മണ്ണിലകപ്പെട്ട സസ്യ അവശിഷ്ടങ്ങളുണ്ടാവും. മണ്ണിൽ അലിഞ്ഞു ചേർന്ന പ്ലാന്റ് റിമെയിൻസ് കാണും. ഈ പ്ലാന്റ് റിമെയിൻസിൽ, ഈ സസ്യ അവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ എന്ന പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ പ്രക്രിയയുടെ ഫലമായാണ് കോൾ ഉണ്ടാകുന്നത്. അപ്പോൾ കോൾ എങ്ങനെ ഉണ്ടാകുന്നത്? മണ്ണിലകപ്പെട്ടു പോയ സസ്യ അവശിഷ്ടങ്ങളിൽ പ്ലാന്റ് റിമെയിൻസിൽ കാർബണൈസേഷൻ എന്നൊരു പ്രക്രിയ നടക്കും. എന്താണ്? ഓർത്തോണം, കാർബണൈസേഷൻ. അതിൻ്റെ ഫലമായാണ് കൽക്കരി ഉണ്ടാകുന്നത്. കാർബണൈസേഷൻ എന്താണെന്ന് അറിയണ്ടേ? ഈ കാർബണൈസേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ആബ്സെൻസ് ഓഫ് എയർ,
എയർ ഇല്ലാത്ത സമയത്ത് ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സസ്യാവശിഷ്ടങ്ങൾക്ക് പ്ലാന്റ് റിമെയിൻസ് കാർബണായി മാറുന്ന പ്രവർത്തനമാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, വായു ഇല്ല അവിടെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലും ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും പ്ലാന്റ് റിമെയിൻസ് സസ്യാവശിഷ്ടങ്ങൾ കാർബണായി മാറുന്ന പ്രവർത്തനമാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. കോൾ എന്ന് പറയുന്നത് അതിനകത്ത് കാർബണാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. കാരണം പ്ലാന്റ്സ് കണ്ടെയ്ൻ കാർബൺ കോമ്പൗണ്ട്സ്, സസ്യങ്ങളിൽ കാർബൺ സംയുക്തങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കൽക്കരിയിൽ പ്രധാനമായും കാർബൺ ആണുള്ളത്. ബട്ട് ദി എമൗണ്ട് ഓഫ് കാർബൺ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൾ വേരിയസ്. വിവിധ തരം കൽക്കരികളിൽ, വിവിധ തരം കോളിൽ അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അളവ് പക്ഷേ വ്യത്യാസപ്പെട്ടിരിക്കും. നോട്ട് ദി ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ഷോയിങ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കോൾ ആൻഡ് ദെയർ കാർബൺ കണ്ടൻറ്റ്. കൽക്കരിയുടെ വിവിധ രൂപങ്ങളും അവയിലെ കാർബണിൻ്റെ അളവും സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കൂ. അപ്പോൾ കോള് പല രീതിയിലുണ്ട്. കാർബൺ കണ്ടൻറ്റിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്ന രീതിയിൽ കൽക്കരി പല ഫോമിലുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ കോള് പീറ്റിൽ 57% കാർബൺ ഉള്ളത്. കോളിൽ പീറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, അതിൽ 57% കാർബൺ. കോള് വേറൊരു ഫോമാണ് ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റിലും 94% കാർബൺ ഉള്ളത്. ഇനി ബിറ്റുമിനസ് കോളിൽ 83% കൽക്കരി കോളുള്ളത്. അടുത്തത് ലിഗ്നൈറ്റിൽ 67% കാർബൺ ഉള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൾ ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോൾ, ലിഗ്നൈറ്റ്, പീറ്റ്. ഇതാണ് വിവിധ തരം കൽക്കരികൾ. ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോൾ, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രസൈറ്റിൽ 94% കാർബൺ, ബിറ്റുമിനസ് കോളിൽ 83% കാർബൺ, ലിഗ്നൈറ്റിൽ 67% കാർബൺ, പീറ്റിൽ 57% കാർബൺ ആണുള്ളത്. ഇതിൽ ഏത് കൽക്കരിക്കാണ്, കോളിലാണ് ഹയസ്റ്റ് കാർബൺ കണ്ടൻറ്റിൻ്റെ അളവ് കൂടുതലുള്ള കൽക്കരി ഏതാണ്? ആന്ത്രസൈറ്റ്. എത്രയുണ്ട്? 94% ഉണ്ട്. എത്രയുണ്ട്? 94% ആന്ത്രസൈറ്റിലാണ് കൽക്കരികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടൻറ് ഉള്ളത് ആന്ത്രസൈറ്റിനാണ്. 94% കാർബൺ കണ്ടൻറ് ആന്ത്രസൈറ്റിലുണ്ട്. ഇനി ഏറ്റവും കുറവ് ആർക്കാണ്? പീറ്റിനാണ്. പീറ്റിൽ 57% കാർബൺ കണ്ടൻറ്റേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? 57% കാർബൺ കണ്ടൻറ്റേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആന്ത്രസൈറ്റ് 94%, ഏറ്റവും കുറവ് പീറ്റിന് 57%. ബാക്കി വേറെ ആരൊക്കെയാണ് കോളിൻ്റെ വേറെ ടൈപ്പ്? ബിറ്റുമിനസ് കോള്, ലിഗ്നൈറ്റ്. കൽക്കരികൾ ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോള്, ലിഗ്നൈറ്റ്, പീറ്റ്. കോൾ കൽക്കരിയുടെ ഉപയോഗങ്ങൾ നോക്കിയാലോ. ആസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, ഗാർഹിക വ്യവസായിക ഇന്ധനമായി ഉപയോഗിക്കുന്നു. ആസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, ഗാർഹിക വ്യവസായിക ഇന്ധനമായി കൽക്കരിയെ ഉപയോഗിക്കുന്നു. ഫോർ ദി മാനുഫാക്ചർ ഓഫ് കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എക്സെട്ര. കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആരെ? കോളിന്, കൽക്കരിയെ. എന്തിൻ്റെയൊക്കെ? കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് കൽക്കരി ഉപയോഗിക്കുന്നു. ദി സോഴ്സ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ലൈക്ക് ബെൻസീൻ, നാഫ്തലീൻ, ഫീനോൾ എക്സെട്ര. ബെൻസീൻ, നാഫ്തലീൻ, ഫീനോൾ തുടങ്ങിയ ആരോമാറ്റിക് സംയുക്തങ്ങളുടെ ഉറവിടമാണ് ആര്? കോൾ, കൽക്കരി. ബെൻസീൻ, നാഫ്തലീൻ, ഇവ രണ്ടും നമ്മൾ പഠിച്ചതാണ്. ആരോമാറ്റിക് സംയുക്തങ്ങളുടെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബെൻസീൻ, നാഫ്തലീൻ, ഫീനോൾ തുടങ്ങിയ ആരോമാറ്റിക് സംയുക്തങ്ങളുടെ, ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ ഉറവിടമാണ്, സോഴ്സാണ് എന്തെന്ന് പറയുന്നത്? കോൾ, കൽക്കരി. ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് പെട്രോൾ, സിന്തറ്റിക് പെട്രോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കൽക്കരിയെ. ഇൻ ദി മാനുഫാക്ചർ ഓഫ് സം ഫെർട്ടിലൈസേഴ്സ്, മെഡിസിൻസ്, പെർഫ്യൂംസ് എക്സെട്ര. ചില വളങ്ങൾ, മരുന്നുകൾ, പെർഫ്യൂമുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു.
അപ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് കൽക്കരിക്ക് കോളിനുള്ളത്? ആസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, ഗാർഹിക വ്യവസായിക ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഫോർ ദി മാനുഫാക്ചർ ഓഫ് കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എക്സെട്ര, കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ദി സോഴ്സ് ഓഫ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ലൈക്ക് ബെൻസീൻ, നാഫ്തലീൻ, ഫീനോൾ എക്സെട്ര. ബെൻസീൻ, നാഫ്തലീൻ, ഫീനോൾ തുടങ്ങിയ ആരോമാറ്റിക് സംയുക്തങ്ങളുടെ ഉറവിടമാണ് കൽക്കരി. ഇൻ ദി മാനുഫാക്ചർ ഓഫ് സം ഫെർട്ടിലൈസേഴ്സ്, മെഡിസിൻ, പെർഫ്യൂംസ് എക്സെട്ര. ചില വളങ്ങൾ, മരുന്നുകൾ, പെർഫ്യൂമുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് പെട്രോൾ, സിന്തറ്റിക് പെട്രോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്. പ്രകൃതിവാതകം ഒരു ഫോസിൽ ഫ്യൂവലാണ്. നാച്ചുറൽ ഗ്യാസ് ഒരു ഫോസിൽ ഇന്ധനമാണ്. ഇത് പലപ്പോഴും പെട്രോളിയത്തിനോടൊപ്പം കാണപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് ഓഫൺ ഫൗണ്ട് വിത്ത് പെട്രോളിയം. അപ്പോൾ പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ് പെട്രോളിയത്തിനോടൊപ്പം കാണപ്പെടുന്നതാണ്. ഇതിലെ പ്രധാന വാതകം എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഇത് മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസ് ഈസ് മീഥെയിൻ. അപ്പോൾ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകം മീഥെയിൻ ആണ്. ഏതാണ്? മീഥെയിൻ. മീഥെയിൻ ആണ് പ്രകൃതിവാതകത്തിൽ, നാച്ചുറൽ ഗ്യാസിൽ കാണപ്പെടുന്ന മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസ്, പ്രധാന വാതകം. പല സിറ്റീസിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന മലിനരഹിത വാഹനത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്, CNG. പല നഗരങ്ങളിലും ഉപയോഗിക്കുന്ന മലിനരഹിത പൊല്യൂഷൻ ഫ്രീ വെഹിക്കിളിൽ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം CNG ആണ്. എന്താണ്? CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. മലിനരഹിത വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? CNG. പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾ ഫ്യൂവൽ ഏതാണ്? CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇറ്റ്സ് മെയിൻ കമ്പോണൻറ്റ് ഈസ് മീഥേൻ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ. അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള മീഥേൻ വാതകമാണ് ഇതിലെ മുഖ്യ ഘടകം. ഇറ്റ്സ് മെയിൻ കമ്പോണൻറ്റ് ഈസ് മീഥേൻ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ. CNGയിൽ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലുള്ള മുഖ്യ ഘടകം എന്താണ്? ഉയർന്ന മർദ്ദത്തിലുള്ള മീഥേൻ വാതകം. മീഥേൻ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ. മീഥേൻ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദത്തിലുള്ള മീഥെയിൻ വാതകമാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ മുഖ്യ ഘടകം. മലിനരഹിത വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് CNG. പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾ ഫ്യൂവലാണ് CNG. പ്രധാന ഘടകം ഹൈ പ്രഷറിലുള്ള മീഥെയിൻ ഗ്യാസ്, ഉയർന്ന മർദ്ദത്തിലുള്ള മീഥെയിൻ വാതകമാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഈസ് കോൾഡ് LNG. LNG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെയാണ്. ദ്രവീകരിച്ച പ്രകൃതിവാതകത്തിനെയാണ് LNG എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്താണ്? LNG. ദ്രവീകരിച്ച പ്രകൃതിവാതകത്തെയാണ് LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. വളരെ കൂടിയ മർദ്ദത്തിൽ മീഥേൻ വാതകത്തെ ദ്രവീകരിക്കുക വഴിയാണ് LNG നിർമ്മിക്കുന്നത്. എങ്ങനെയാണ് LNG നിർമ്മിക്കുന്നത്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ലിക്വിഫൈയിങ് മീഥേൻ ഗ്യാസ്, മീഥേൻ ഗ്യാസിനെ ദ്രവീകരിക്കുന്നു. എങ്ങനെ? അറ്റ് ഹൈ പ്രഷർ, വളരെ കൂടിയ മർദ്ദത്തിൽ, വെരി ഹൈ പ്രഷർ, വളരെ കൂടിയ മർദ്ദത്തിൽ മീഥേൻ വാതകത്തെ ദ്രവീകരിക്കുക വഴിയാണ് LNG നിർമ്മിക്കുന്നത്. മാനുഫാക്ചർഡ് ബൈ ലിക്വിഫൈങ് മീഥേൻ ഗ്യാസ് അണ്ടർ വെരി ഹൈ പ്രഷർ. വളരെ കൂടിയ മർദ്ദത്തിൽ മീഥേൻ വാതകത്തെ ദ്രവീകരിച്ച് വഴിയാണ് LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. മറ്റിന്ധനങ്ങളെ അപേക്ഷിച്ച് കാർബൺ പുറന്തള്ളൽ കുറവായതിനാൽ ഇതൊരു പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CNG അല്ലെങ്കിൽ LNG ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? CNG മലിനരഹിത വാഹനത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ LNG വളരെ കൂടുതൽ മർദ്ദത്തിൽ മീഥേൻ വാതകത്തെ ദ്രവീകരിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കാരണമൊക്കെ എന്താണ്? ഈ ഇന്ധനങ്ങൾ മറ്റ് ഇന്ധനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവർ പുറന്തള്ളുന്ന കാർബൻ്റെ അളവ് വളരെ കുറവാണ്. ഇറ്റ് ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽ. ഇതെന്താ? പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് LNG എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റിന്ധനങ്ങളെ അപേക്ഷിച്ച് കാർബൺ പുറന്തള്ളൽ കുറവായതിനാൽ ഇതൊരു പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ്.
LNG ഒരു എക്കോ ഫ്രണ്ട്ലി ഫ്യൂവലാണ്, പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ്. കാരണം അത് കുറച്ച് മാത്രം കാർബണെ പുറന്തള്ളത്തുള്ളൂ, എമിറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കി കാർബണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കാർബണിനെ മാത്രമേ ആര് പുറന്തള്ളത്തുള്ളൂ? LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. സോ അതിനെ എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽ, പ്രകൃതി സൗഹൃദ ഇന്ധനമായാണ് അറിയപ്പെടുന്നത്. അണ്ടർ ദി ജയിൽ, GAIL ആണ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ ലിമിറ്റഡ്. അണ്ടർ ദി ഗെയിൽ, GAIL, ഗെയിൽ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗെയിലിൻ്റെ ഫുൾ ഫോം എന്താണ്? ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സ്കീം, LNG is now being supplied in Kerala for industrial and domestic purpose. ഗെയിൽ പദ്ധതി പ്രകാരം ഇപ്പോൾ കേരളത്തിലും വ്യവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായി LNG വിതരണം ചെയ്യുന്നുണ്ട്. ഏത് പദ്ധതി പ്രകാരമാണ് LNG വിതരണം ചെയ്യുന്നത്? ഏത് പദ്ധതി പ്രകാരമാണ് LNG വിതരണം ചെയ്യുന്നത്? ഗെയിൽ എന്ന് പറഞ്ഞാൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗെയിൽ പദ്ധതി പ്രകാരം ഇപ്പോൾ കേരളത്തിൽ ഇൻഡസ്ട്രിയൽ, വ്യവസായിക ഗാർഹിക ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കായിട്ട് LNG വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ LNG ഒരു എക്കോ ഫ്രണ്ട്ലി ഫ്യൂവലാണ്, പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ്. കാരണം അത് കുറച്ച് മാത്രം കാർബണെ പുറന്തള്ളത്തുള്ളൂ, എമിറ്റ് ലെസ് കാർബൺ ദാൻ അതർ ഫ്യൂവൽസ്. മറ്റിന്ധനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാർബൺ പുറന്തള്ളൽ കുറവായതിനാൽ LNG ഒരു പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ്. അടുത്തതായി ആഗോള താപനത്തെ പറ്റി പഠിച്ചാലോ? ഗ്ലോബൽ വാർമിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന്? നമ്മൾ ഇതിനകം തന്നെ ധാരാളം കാർബൺ സംയുക്തങ്ങളെ പറ്റി പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ ഈ കാർബണിൻ്റെയും കാർബൺ സംയുക്തങ്ങളുടെയും കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ജ്വലന ഫലമായി, കത്തുന്നതിൻ്റെ ഫലമായി, കമ്പസ്റ്റൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന വാതകം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? കാർബൺ ഡയോക്സൈഡ്. എന്താണ്? കാർബൺ ഡയോക്സൈഡാണ് കാർബണും കാർബണിൻ്റെ സംയുക്തങ്ങളും കാർബൺ കോമ്പൗണ്ട്സും കത്തുന്നതിൻ്റെ ജ്വലന ഫലമായി ലഭിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡയോക്സൈഡാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ നാച്ചുറൽ കോസസും കൊണ്ടും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങളുടെ അളവ് വളരെയധികം വർദ്ധിക്കുകയാണ്. ഈ വാതകങ്ങളെ ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങളെ ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് നാച്ചുറൽ കോസസ് ആണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ടുമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങളുടെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയ ഇവയുടെ, ഹരിതഗൃഹവാതകങ്ങളായ ഇവയുടെ അളവ് വർദ്ധിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൺലൈറ്റിനോടൊപ്പം, സൂര്യപ്രകാശത്തിനോടൊപ്പം അൾട്രാവയലറ്റ് രശ്മികളും അൾട്രാവയലറ്റ് റേസും ഇൻഫ്രാറെഡ് റേസും എർത്തിൻ്റെ സർഫസിൽ എത്തുന്നുവെന്ന് അല്ലേ? ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയിൽ എത്തുന്നുവെന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് റേസ് ആർ ഹീറ്റ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് രശ്മികൾ താപീയ വികിരണങ്ങളാണ്. ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുകയും വികിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികളിൽ ഒരു ഭാഗം ഭൗമ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. Greenhouse gases present in the atmosphere trap a part of the infrared radiation that is reflected and radiated from the earth. അപ്പോൾ എന്താണ് പറഞ്ഞത് ഇവിടെ? നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ സൺലൈറ്റിനോടൊപ്പം എർത്തിലെത്തുന്നുവെന്ന്, ഭൂമിയിലെത്തുന്നുവെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള, അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ ഗ്യാസസിനെയാണ് ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇവരെന്തോ ചെയ്യും? ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ തടഞ്ഞു നിർത്തും. ട്രാപ്പ് എ പാർട്ട് ഓഫ് ദി ഇൻഫ്രാറെഡ് റേഡിയേഷൻ ദാറ്റ് ഈസ് റിഫ്ലക്റ്റ് ആൻഡ് റേഡിയേറ്റഡ് ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് പ്രതിഫലിക്കുകയും വികിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികളെ ഒരു ഭാഗം ആര് തടഞ്ഞു നിർത്തും? ഭൗമിക അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് തടഞ്ഞു നിർത്തുന്നു. ഇതുമൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും താപനില വർദ്ധിക്കുന്നു. ഇത് കാരണം എർത്തിൻ്റെയും അറ്റ്മോസ്ഫിയറിലെയും ടെമ്പറേച്ചർ, താപനില വർദ്ധിക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ് ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? നമ്മൾ
പഠിച്ചു. സൂര്യപ്രകാശത്തിനോടൊപ്പം അൾട്രാവയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയിലെത്തുന്നുവെന്ന്. ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് ഹീറ്റ് റേഡിയേഷൻസ് ആണ്. ഇൻഫ്രാറെഡ് രശ്മികൾ താപിക വികിരണങ്ങളാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന, റേഡിയേറ്റ് ചെയ്യുന്ന, വികിരണം ചെയ്യപ്പെടുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ, ഇൻഫ്രാറെഡ് റേസിൻ്റെ ഒരു ഭാഗം ഭൗമ്യ അന്തരീക്ഷത്തിൽ, അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതഗൃഹവാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെയും എർത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും അറ്റ്മോസ്ഫിയറിൻ്റെയും താപനില, ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇപ്പം എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് മനസ്സിലായോ? ഇൻഫ്രാറെഡ് രശ്മികളെ അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹവാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെയും ഭൂമിയുടെയും എർത്തിൻ്റെയും അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു, താപനില വർദ്ധിക്കുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇൻഫ്രാറെഡ് രശ്മികളെ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ, ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു ഭാഗം അവർ തടഞ്ഞു നിർത്തുന്നു, ട്രാപ്പ് ചെയ്യുന്നു. അതിന് കാരണമായി അതുമൂലം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെയും ഭൂമിയുടെയും താപനില, ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദി ഫിനോമിന ഓഫ് ഇൻക്രീസ് ഇൻ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. ഇതാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസത്തെ ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നു. ഒരു ആവറേജ് ടെമ്പറേച്ചർ, ഒരു ശരാശരി താപനില നമുക്കുണ്ട്. അതിലും ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന പ്രോസസ്സാണ്, പ്രതിഭാസമാണ് ആഗോള താപനം എന്ന് പറയുന്നത്. അപ്പോൾ ദി ഫിനോമിന ഓഫ് ഇൻക്രീസ് ഇൻ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില, ആവറേജ് ടെമ്പറേച്ചർ ഉയരുന്ന പ്രതിഭാസത്തെ ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് റോൾ ഇൻ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അവർ എത്രമാത്രമാണ് കാരണമാകുന്നത്, എത്ര ശതമാനം അവരുടെ വാർഷിക വർധന നിരക്ക്, ആനുവൽ ഗ്രോത്ത് റേറ്റുമാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് 55% പങ്കുവഹിക്കുന്നുണ്ട്. മീഥേൻ 15%, നൈട്രസ് ഓക്സൈഡ് 6%, ക്ലോറോ കാർബൺ CFC കേട്ടിട്ടുണ്ടോ? റെഫ്രിജറേറ്ററിൽ നിന്നും AC-കളിൽ നിന്നൊക്കെ പോകുന്ന ഗ്യാസാണ് ഏത്? ക്ലോറോ കാർബൺ എന്ന് പറയുന്നത്. 10 മുതൽ 24% വരെ ആഗോള താപനത്തിന് കാരണമാകുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ക്ലോറോ കാർബൺ. ഇനി വാർഷിക വർധന നിരക്ക്, ആനുവൽ ഗ്രോത്ത് റേറ്റ്, കാർബൺ ഡയോക്സൈഡ് 0.5% വെച്ച് കൂടുന്നുണ്ട്, മീഥെയിൻ 0.9% വെച്ച് കൂടുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ് 0.3% വെച്ച് വാർഷിക വർധന നിരക്ക് കൂടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വാർഷിക വർധന നിരക്ക് കാണപ്പെടുന്നത് ക്ലോറോ കാർബൺ ആയ 4% ആണ്. ആഗോളതാപനത്തിന് കൂടുതലും പങ്കുവഹിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്. ഈ നീലഭാഗം നോക്കൂ, കൂടുതലും ആരാണ്? കാർബൺ ഡയോക്സൈഡ് ആണ് കാരണമാണ്. അതുപോലെ തന്നെ ഓസോണും ജലബാഷ്പവും, ഓസോണും വാട്ടർ വേപ്പറും ഗ്ലോബൽ വാർമിങ്ങിന് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട്. ഓസോണും ജലബാഷ്പവും ആഗോള താപനത്തിന് കാരണമാകുന്ന ബാക്കി 2 ഫാക്ടേഴ്സാണ്. ഓസോൺ ആൻഡ് വാട്ടർ വേപ്പർ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. വാട്ട് ആർ ദി കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? ആഗോള താപനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദി വേസ് ടു ഇഫക്റ്റീവ്ലി കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? ആഗോള താപനം ഫലപ്രദമായി ചെറുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതിനി നോക്കാം നമുക്ക്. അപ്പോൾ എന്തൊക്കെയാണ് കോൺസിക്വൻസ് നോക്കാം. റൈസിങ് സീ ലെവൽസ്, കടൽ നിരപ്പിൻ്റെ ഉയർച്ച, എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, കാലാവസ്ഥ സംഭവങ്ങൾ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം, ഹെൽത്ത് റിസ്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ, അഗ്രികൾച്ചർ ഇമ്പാക്റ്റ്, കൃഷിയെ ബാധിക്കുന്നു, ഓഷ്യൻ അസിഡിഫിക്കേഷൻ, സമുദ്രത്തിൻ്റെ അമ്ലീകരണം. അപ്പോൾ എന്തൊക്കെയാണ്? കടൽ നിരപ്പിൻ്റെ ഉയർച്ച, കാലാവസ്ഥ സംഭവങ്ങൾ, ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം, ആരോഗ്യ അപകടങ്ങൾ, കൃഷിയെ ബാധിക്കുന്നു, സമുദ്രത്തിൻ്റെ അമ്ലീകരണം. റൈസിങ് സീ ലെവൽസ് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലയൊക്കെ ഉരുകി കടലിൽ പതിച്ച് ജലനിരപ്പ് ഉയരുന്നു, അങ്ങനെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. വെതർ ഇവൻറ്റ്സ്, എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, തീവ്രതയേറിയ
കാലാവസ്ഥ സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഈ ഹെവി റെയിൻഫാൾ, കനത്ത മഴ, ഡ്രഫ്റ്റ്സ്, വരൾച്ച, ഹീറ്റ് വേവ്സ്, ചൂടുകാറ്റുകൾ, ഹുറിക്കെയിൻസ്, ചുഴലിക്കാറ്റുകളുടെയൊക്കെ തീവ്രത കൂടുന്നു. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, പല സ്പീഷ്യൽസും ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില മാറുന്നതനുസരിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അങ്ങനെ അവരുടെ വംശനാശത്തിന് വരെ കാരണമാകും. ഹെൽത്ത് റിസ്ക്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ചൂട് കൂടുന്നതനുസരിച്ച് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ്, ചൂട് കാരണമായ രോഗങ്ങൾ, ഡെത്തിന് വരെ കാരണമാകുന്നു. അഗ്രികൾച്ചർ ഇമ്പാക്റ്റ്, താപനിലയുടെ വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഭക്ഷ്യക്ഷാമത്തിന്, ഫുഡ് ഷോർട്ടേജിന് കാരണമാകുന്നു. ഓഷ്യൻ അസിഡിഫിക്കേഷൻ, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് സമുദ്രങ്ങൾ, ഓഷ്യൻസ് മോർ അസിഡിക് ആവുന്നു, അമ്ലീയമായി മാറുന്നു. അത് കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകളെയൊക്കെ വളരെ മോശമായി ബാധിക്കുന്നു. ഇനി എന്തൊക്കെ വേസ് ഉപയോഗിച്ച് നമുക്ക് ഇവയെ കുറയ്ക്കാമെന്ന് നോക്കാം. റെഡ്യൂസ് കാർബൺ എമിഷൻസ്, കാർബണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുക. റിഫോറസ്റ്റേഷൻ ആൻഡ് അഫോറസ്റ്റേഷൻ, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ മരങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കാരണമാണ് കൂടുതലായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, മാലിന്യം നിയന്ത്രിക്കാൻ പഠിക്കുക. റെഡ്യൂസിങ്, റീയൂസിങ്, റീസൈക്ലിംഗ് വേസ്റ്റ്, നമ്മൾ അവയെ പുനരുപയോഗിക്കാനും പല രീതിയിൽ അവരുടെ നിയന്ത്രണം കുറയ്ക്കുവാനും ശ്രമിക്കണം. കാരണം ഈ ലാൻഡ് നമ്മൾ കൊണ്ട് തള്ളുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ കുന്നുകൂടുന്നതനുസരിച്ച്, മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നതനുസരിച്ച് അവിടുന്ന് മീഥേൻ ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് അന്തരീക്ഷത്തിലെത്തുമ്പോൾ അത് എന്തിന് കാരണമാകുന്നു? ടെമ്പറേച്ചർ കൂടുവാന് കാരണമാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആഗോളതാപനത്തിന് കാരണമാണ്. പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഇവയെ പറ്റിയല്ല, ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയും ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റിയും ഹരിതഗൃഹവാതകങ്ങളെ പറ്റിയൊക്കെ ആൾക്കാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുക. പോളിസി ആൻഡ് ലെജിസ്ലേഷൻ, നയനിയമം, ഗവൺമെൻറ്റ്സ് ക്യാൻ ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ടു ലിമിറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. നയനിയമം, ഗ്രീൻ ഹൗസ് വാതക ഉൽപ്പാദനം നിയന്ത്രിക്കാൻ സ്ഥിരമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുക. സർക്കാർ നയങ്ങളും ചട്ടങ്ങളും ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളെ, ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കാൻ നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഗ്രീൻ ഹൗസ് വാതകങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റി പഠിച്ചു. അതിൽ ആൽക്കൈൻ, ആൽക്കൈനെ പറ്റി പഠിച്ചു. താങ്ക് യു.